Malabar Gold and Diamonds Grihalakshmi, the best homemaker. ഞങ്ങളിവിടെ തൊടുപുഴയിൽ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഫ്രണ്ടിലാണുള്ളത്. എന്നോടൊപ്പം ഇന്ന് ടാസ്ക് പെർഫോം ചെയ്യാനുള്ളത് സിനി ചേച്ചി. സിനി ചേച്ചി, മലബാർ ഗോൾഡ് ഒക്കെ കണ്ടപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുന്നുണ്ടാവും? പെണ്ണുങ്ങൾക്ക് സ്വർണ്ണമാണല്ലോ. അതെ, ഒരാളെങ്കിലും അത് സമ്മതിച്ചു. അതാണ് ഓർമ്മയിലേക്ക് എത്തുന്നത്. അതെ, അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ടാസ്കും. ടാസ്കിന്റെ പേര് ഷോപ്പ് ഇറ്റ് അപ്പ്, ഗോ ഫോർ ഗോൾഡ്. ചേച്ചിക്ക് ഇവിടുന്ന് 1 ലക്ഷം രൂപയ്ക്ക് സ്വർണം പർച്ചേസ് ചെയ്യാം. അതിനുള്ള സമയം 10 minutes. 10 minutes ചേച്ചിക്ക് എന്തും പർച്ചേസ് ചെയ്യാം. പർച്ചേസിങ്ങും കാൽക്കുലേഷനും ഒക്കെ 10 minutes തീരണം. എനിക്ക് ഫൈനൽ സംഭവം കയ്യിൽ കിട്ടണം. ചേച്ചി ഒരു വീട്ടമ്മയാണ്, അതിനനുസരിച്ച് പെർഫോം ചെയ്യാം. നമുക്ക് തുടങ്ങാം. അകത്തെല്ലാവരും ചേച്ചിനെ വെയിറ്റ് ചെയ്തിരിക്കാൻ തോന്നുന്നു. എന്ത് വേണമെങ്കിലും എടുക്കാനുള്ളതാണോ അതോ എന്താണെങ്കിലും എടുക്കാം. ഡയമണ്ട്സ് ഒന്നും പറ്റില്ല, ഗോൾഡ് അങ്ങനെ എന്ത് വേണമെങ്കിലും. ചേച്ചിയുടെ ഇഷ്ടം എന്ത് വേണമെങ്കിലും. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓടിക്കോ. ചെറിയ വെയിറ്റ് കുറഞ്ഞ മാല. മാല നോക്കണം ആദ്യം. മാല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള മാല. മതി, അത് കാണിച്ചാൽ മതി. വലിയ വെയിറ്റ് ഉള്ളതൊന്നും വേണ്ട. ഇതൊക്കെ വെയിറ്റ് കൂടിയതല്ലേ? ഏകദേശം തീരെ ചെറിയൊരു 4 ഗ്രാം 6 ഗ്രാം വരുന്ന രീതിയിലുള്ളത്, പിന്നെ സിമ്പിൾ ആയിട്ടുള്ളത്. ചേച്ചിക്ക് പോയി നോക്കാം, ഇങ്ങോട്ടേക്ക് വരുത്തിക്കുണ്ടാവുന്നു. ഓക്കെ, അങ്ങനത്തെ മതി, അങ്ങനത്തെ മതി. ഇവിടെ ഫുൾ ട്രാവൽ ചെയ്യാനുള്ള സൗകര്യം ചേച്ചിക്കുണ്ട്. അതൊക്കെ എന്തോരം വരും? വെയിറ്റ് എന്തോരം? ടൈം ഇല്ലാന്നേ ഉള്ളൂ. 1 പവൻ വരുന്നു. ഇതിലും ഇച്ചിരിയുടെ വെയിറ്റ് കുറഞ്ഞതല്ലേ? 6 ഗ്രാം. ഇതിലെന്തെങ്കിലും ഒരു വേറെ ഒരു പെൻഡന്റ് വേറെ ചേച്ചിക്ക് തന്നെയാണോ നോക്കണേ ചെയിൻ? അല്ല, ഞാൻ എനിക്കോ മോക്കോ ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ചെറുത്. ഇത് എത്ര വരുന്നത്? 6 ഗ്രാം വരുന്നത്. ഓക്കെ. സ്വർണം പൊതുവെ നല്ലോണം യൂസ് ചെയ്യാറുള്ള കൂട്ടത്തിലാണോ? ഒത്തിരി ഒന്നുമില്ല, അത്യാവശ്യം ഒക്കെ ചെറിയ രീതിയിലുള്ളത് മാത്രം. കഴിഞ്ഞു. ഇതും എത്ര വെയിറ്റ് വരുന്നത്? 6 ഗ്രാം വരുന്നത്. ഓക്കെ, ഞാൻ നോക്കാം. പിന്നെ എനിക്ക് ഒറ്റൊരു വള, ഏകദേശം 1 പവൻ കിട്ടിക്കരൊക്കെ, അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ആയിട്ടോ എന്താണേലും മതി. മാലയൊക്കെ പൊതുവെ എങ്ങനെ എടുക്കാറ്? ഹെവി സിമ്പിൾ ആയിട്ടാണ് പൊതുവെ എടുക്കാറും. രണ്ടുപേരും, മോളും അമ്മയും അങ്ങനെ അധികം ഗോൾഡ് യൂസ് ചെയ്യാറില്ല. ഞാൻ പിന്നെ ചെറുതൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാറുള്ളൂ. ഇതൊക്കെ എന്തൊരു വെയിറ്റ് ഉണ്ടാവും ഈ മാലയൊക്കെ? അന്നേരം അതിലും വെയിറ്റ് കുറഞ്ഞ മോഡൽ വിളിച്ച് ഇതെന്തൊരു വെയിറ്റ് വരുന്നത്? 10 ഗ്രാം അല്ലേ? 2.5 minutes ആയി. ഓക്കെ. ഇനി എനിക്കൊരു ചെറിയൊരു കമ്മൽ വേണം. ചെറിയ വെയിറ്റ് കുറഞ്ഞ 2 റിങ് മോതിരം. കമ്മലും എങ്ങനെ ലോങ് ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? കമ്മല് ലോങ് ആണോ? അല്ല, സ്റ്റഡ് ആയിട്ടുള്ളതാണ്. സ്റ്റഡ്സ് യൂസ് ചെയ്യാറ്. ഇപ്പൊ നോക്കുന്നതും സ്റ്റഡ്സ് ആണോ? അത്രേ ഉള്ളൂ. വെയിറ്റ് എന്തോരം വരും? 3 minutes ആയി. ഇനി 2 കമ്മല് വേണം. വെയിറ്റ് കുറഞ്ഞ ചെറിയ സ്റ്റഡ് ആയിട്ടുള്ളത്, സ്റ്റഡ് മോഡൽ. നല്ല ജിമിക്കീസ്. ഇതൊക്കെ എന്തൊരു വെയിറ്റ് വരുന്നത്? ഇതെല്ലാം 3 ഗ്രാം അല്ലേ? ഓക്കെ, നമ്മളെടുത്ത സാധനം എവിടെയായിരുന്നു? ഇതിപ്പോ എന്തോരം വരുന്നുണ്ട്? ഏകദേശം എന്തെടുത്ത ഇതും കൂടെ 20 ഗ്രാം അല്ലേ? 2.5 പവൻ. 23
23. എനിക്ക് മൊത്തം ഏകദേശം 4 പവനാണ് വേണ്ടത്. ഒരു ചെറിയ ബ്രേസ്ലെറ്റ് നോക്കാം. അപ്പം 23 ആയില്ലേ? 23 ഗ്രാമായി. 23. ഓക്കെ, കണ്ടൊന്നുകൂടെ നോക്കാം. ഓക്കെ, ഒരു വള എടുത്തു, ഒരു കമ്മല്, 2 മോതിരം, ഒരു മാല. ഏകദേശം 23 ഗ്രാം. ഓക്കെ, അതൊരു ബ്രേസ്ലെറ്റും കൂടെ ഒന്ന് കാണാം. ടൈം ആയില്ലല്ലോ? ഇല്ല 4.5 മിനിറ്റ്. 10 മിനിറ്റിൻ്റെ ടൈം. പക്ഷെ എനിക്ക് ലാസ്റ്റ് കാൽക്കുലേഷനും കൂടി വേണം. ഏകദേശം ഒരു കാൽക്കുലേഷൻ എങ്കിലും. ഓടിക്കോ. വെയിറ്റ് കുറഞ്ഞ ഇതല്ല എന്തൊക്കെ വരുന്നത് കറക്റ്റ് ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഒരു മോഡൽ കൂടെ ഒന്ന് നോക്കിക്കോട്ടെ. ഇനിയിപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ തന്നെ ചേച്ചി യൂസ് ചെയ്യാറുണ്ടോ ബ്രേസ്ലെറ്റ്? മോള് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇത്ര മതി. ഇനി അതൊന്ന് എവിടെ കൊടുക്കണ്ടേ? നിങ്ങൾ തന്നെ ബില്ലൊക്കെ ചെയ്താണ്. മെയിൻ ബില്ലിംഗ് സെന്ററിലേക്കൊന്നും പോകണ്ട. കുഴപ്പമില്ലല്ലോ പർച്ചേസിങ് കാര്യങ്ങളൊന്നും അത്യാവശ്യം. എനിക്ക് കുഴപ്പമില്ലാണ്ട് മതി. നമുക്ക് നോക്കട്ടെ. ഞാൻ കണ്ടില്ല കുറേ എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അത്യാവശ്യം എല്ലാം കൂടുതലും അങ്ങനെ ഹെവി ആയിട്ടൊന്നും ഉപയോഗിക്കാറില്ല. കാൽക്കുലേഷൻ വേഗമാക്കിക്കോ. കാരണം നമുക്ക് ടൈമിൽ ഒതുക്കിയിട്ട് നമുക്ക് വിശേഷം പറയാം. 6.5 minutes. 10 minutes ടൈം. ടെൻഷനൊന്നും വേണ്ട. ഇനി മറ്റേതുപോലെ കുക്കിംഗ് പോലെയല്ലല്ലോ ഇത്. പിന്നെ ഈ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് നമുക്കറിയാമല്ലോ നമ്മൾ എന്തൊക്കെ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് എടുത്താൽ മതിയല്ലോ. ഹെവി ആയിട്ട് ഉപയോഗിക്കുന്നില്ല, സിമ്പിളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യാറ്. അതുകൊണ്ട് അങ്ങനെ തന്നെ പർച്ചേസ് ചെയ്യും. പിന്നെ ഒത്തിരി ഒന്നും സ്വർണ്ണത്തോട് വലിയതൊന്നുമില്ല. ചെറിയൊരു മാല അങ്ങനെ പോകുമ്പോൾ എന്നുള്ളതൊക്കെ അല്ലാതെ അങ്ങനെ ഉപയോഗിക്കാം. ഇപ്പൊ ചേച്ചി എന്തൊക്കെ നോക്കിയിട്ടുണ്ട്? ഒരു ബ്രേസ്ലെറ്റ്, ഒരു വള, 2 മോതിരം, സ്റ്റഡ്, ഒരു മാല. ഹായ്, കുറെ ഉണ്ട് കേട്ടോ. 1 ലക്ഷത്തിന് അത്രയൊക്കെ കിട്ടുമോ? ഇപ്പൊ ടൈമാണോ ഏട്ടാ? ടോപ്പല്ലേ? ആണല്ലേ, ടോപ്പാ. ഓ, അതൊക്കെ കറക്റ്റ് ആയിട്ട് ചേച്ചിക്ക് അറിയാം കേട്ടോ. സ്വർണ്ണത്തിന് അല്ല, നമ്മൾ അറിഞ്ഞിരിക്കണം. നല്ലൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് അറിഞ്ഞിരിക്കണം നമ്മള്. സ്വർണ്ണം മേടിക്കാൻ വേണ്ടിയതിന് മുമ്പ് കുറച്ച് കാൽക്കുലേഷൻ. ഇതിപ്പോ എല്ലാരും കൂടി ചേച്ചിക്ക് വേണ്ടി സഹായമാണോ? അല്ല, ഇവര് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്കറിയില്ലല്ലോ. ഇല്ല, കുറച്ച് ചേച്ചി കാൽക്കുലേറ്റ് ഒരു ഫൈനൽ ബില്ലിട്ട് ചേച്ചിയും ഒന്ന് നോക്കിക്കോ. റഫ് കാൽക്കുലേഷൻ ഏകദേശം എത്ര ഉണ്ടാവും? റഫ് ആയിട്ടുള്ള അനുസരിച്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചേച്ചി ജസ്റ്റ് ഒന്ന് ഹെൽപ്പ് ചെയ്തോളവര്. അവര് മൊത്തം ചെയ്തുള്ള പിന്നെ ടാസ്ക് നമുക്ക് അവരെ ഏൽപ്പിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ പണിക്കൂലി ഇതൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യണ്ട. ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് പറഞ്ഞാൽ മതി എത്ര വരുന്നുണ്ടെന്നുള്ളത്. സമയം 8:30 ആവുന്നു. ചേച്ചിക്ക് ഒരുപാട് സഹായികളെ കിട്ടിയിട്ടുണ്ട്. വേറെ ആർക്കും ഇങ്ങനെ കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ലില്ല, ഞാനത് ചേച്ചി എല്ലാത്തിനും ടെൻഷൻ അടിക്കണ്ട. 98,000. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ? ഓൾമോസ്റ്റ് ആയില്ലേ? ഓക്കെ, സ്റ്റോപ്പ്. 8 minutes 54 seconds ആണ് ചേച്ചി എടുത്തേക്കുന്ന ടൈം. ചേച്ചി പർച്ചേസ് ചെയ്ത സാധനങ്ങൾ ഒന്നും കൂടി ഒന്ന് പറഞ്ഞോളൂ. ഞാൻ ഒരു മാല എടുത്തു, ഒരു കമ്മല്, 2 മോതിരം, പിന്നെ ഒരു ബ്രേസ്ലെറ്റ്. ഒരു മാല, കമ്മല്, മോതിരം, ബ്രേസ്ലെറ്റ്. ഇതിപ്പോ ആർക്ക് ഇങ്ങനെ മാച്ചിങ് ഒക്കെ നോക്കിയിട്ടാണോ ചേച്ചി എടുക്കണം? അതേ വെറുതെ അങ്ങനെ ഉപയോഗിക്കാറുള്ളതാണ്. ചിലപ്പോൾ ഒരു മാല മാത്രമായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. ചിലപ്പം സ്റ്റഡ്, ചിലപ്പോൾ മാല ഉപയോഗിക്കാറില്ല. അങ്ങനെ ഡ്രസ്സിനനുസരിച്ച് ഏതാണ് സാരി എടുക്കുകയാണെങ്കിൽ ഒരു ചെറിയ മാല മാത്രം ഉപയോഗിക്കും. അല്ലാതെ ഒരെണ്ണം കോമൺ ആയിട്ട് എടുത്ത എല്ലാവർക്കും അങ്ങനെ ഇന്ന സാരിക്ക് ഇന്ന മാല അങ്ങനെ ഞാൻ കൂടുതലായിട്ടും സാരി അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെയുള്ള ഇതിടുമ്പോൾ എന്തെങ്കിലും ചിലപ്പോൾ ഒരു മാല കഴുത്തിലിട്ടെങ്കിലായി അത്ര എന്നുള്ളതേ ഉള്ളൂ.